ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ റിമാമിസാണ്. മക്കളെ, ഡെമോക്രസി ആൻഡ് റൈറ്റ്സ് അല്ലെ, ആ ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയാലോ. യെസ്, ക്വസ്റ്റ്യൻ ഇതാണ് മക്കളെ. ചിൽഡ്രൻ നീഡ് സ്പെഷ്യൽ റൈറ്റ്സ് അല്ലെ. അപ്പോൾ ഇതിൽ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് റൈറ്റ് ഓഫ് ചിൽഡ്രൻ? ഇതിൽ കുട്ടികളുടെ കുട്ടികളുടെ അവകാശമല്ലാത്തത് ഏതാ? താഴെ തന്നിരിക്കുന്നവയിൽ കുട്ടികളുടെ അവകാശമല്ലാത്തത് ഏതാണ്? വിദ്യാഭ്യാസത്തിനുള്ള അവകാശമാണോ, സംരക്ഷണത്തിനും പരിചരണത്തിനുള്ള അവകാശമാണോ, തുല്യ ജോലിക്ക് അർഹമായ കൂലിയാണോ, അല്ലെ, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആണോ, റൈറ്റ് ടു പ്രൊട്ടക്ഷൻ ആൻഡ് കെയർ ആണോ, ദെൻ ഈക്വൽ വേജ് ഫോർ ഈക്വൽ ജോബ് ഏതാണ്? യെസ്, നമുക്കറിയാം എന്താണ് ഈക്വൽ വേജ് ഫോർ ഈക്വൽ ജോബ് ആണല്ലേ. അതായത് തുല്യ ജോലിക്ക് അർഹമായ കൂലി, അതാണ് എന്താ ഇതിൽ കുട്ടികളുടെ അവകാശമല്ലാത്തത്. നെക്സ്റ്റ്, 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പാക്കുന്ന നിയമം ഏതാണ്? ഏതാണ്? വിച്ച് ആക്ട് എൻഷുർ ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ടു ചിൽഡ്രൻ ഇൻ ദ ഏജ് ഗ്രൂപ്പ് ഓഫ് 6 to 14? ഏതാടാ? യെസ്, വിദ്യാഭ്യാസ അവകാശ നിയമമാണ് അല്ലേ. ആൻസർ ഏതാണ്? വിദ്യാഭ്യാസ അവകാശ നിയമം. ആൻസർ എന്താ വരുന്നത്? വിദ്യാഭ്യാസ അവകാശ നിയമം. അല്ലെങ്കിൽ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് 2009 അല്ലേ. അതാണ് അതിൻ്റെ ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡെമോക്രാറ്റിക് ആൻഡ് നോൺ ഡെമോക്രാറ്റിക് ഗവൺമെൻറ് എന്നൊരു ചോദ്യം വരികയാണെങ്കിൽ ഡെമോക്രാറ്റിക് എഴുതുക, നോൺ ഡെമോക്രാറ്റിക് എഴുതുക. അതിൽ ഗവൺമെൻറ് ഫോം ചെയ്യുന്നത് എന്താണ്? യെസ്, ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളാണല്ലേ. ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികളുടെ ഭരണമാണ് എന്ത്? ഡെമോക്രാറ്റിക് ഗവൺമെൻറ്റിലുള്ളത്. നോൺ ഡെമോക്രാറ്റിക് ഗവൺമെൻറ്റിലാണെങ്കിലോ പവർ ഈസ് പാസ്ഡ് ഓൺ ഹെറിഡിറ്ററി or is captured അല്ലെ. ഒന്നെങ്കിൽ എന്താണ് പാരമ്പര്യമായിട്ട് കിട്ടിയതായിരിക്കും, അല്ലെങ്കിൽ ക്യാപ്ചേർഡ് പിടിച്ചതായിരിക്കും എന്ത്? നോൺ ഡെമോക്രാറ്റിക് ഗവൺമെന്റ് എന്ന് പറയുന്നത്. ഇവിടെയോ ജനാധിപത്യ ഗവൺമെന്റ് അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് ഗവൺമെന്റ് എന്താണ്? യെസ്, ഇവിടെ ജനങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യവും അവകാശങ്ങളൊക്കെ എന്താണ്? നിയമപരമായിട്ട് ഉറപ്പ് നൽകുന്നുണ്ട്. അതായത് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് റൈറ്റ്സ് ഓഫ് ദ പീപ്പിൾ ആർ ലീഗലി എൻഷുർഡ് ആണ് അല്ലെ. അവിടെ അവർക്ക് എന്താണ്? അഭിപ്രായ സ്വാതന്ത്ര്യം അവകാശങ്ങളൊക്കെ എന്താണ്? ലീഗലി ഉറപ്പ് തരുന്നുണ്ട്. പക്ഷേ അപ്പുറത്തോ നോൺ ഡെമോക്രാറ്റിക് ഗവൺമെന്റിലാണെങ്കിലോ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് റൈറ്റ്സ് ഓഫ് അതൊക്കെ എന്താണ്? യെസ്, റൈറ്റ്സ് ഓഫ് ദ പീപ്പിൾ ആർ ലിമിറ്റഡ് ആണ് അല്ലേ. അവിടെ എന്താണ്? അഭിപ്രായ സ്വാതന്ത്ര്യവും റൈറ്റ്സ് ഒക്കെ എന്താണ്? ലിമിറ്റഡ് ആണ് അല്ലേ, ലിമിറ്റഡ് ആണ്. ദെൻ റൂളേഴ്സ് ആർ സബ്ജക്ട് ടു ലോ, അതായത് ഭരണാധികാരികളും നിയമത്തിന് വിധേയരായി പ്രവർത്തിക്കുന്നു അല്ലേ. അപ്പം മറ്റെടുത്താണെങ്കിലോ നോൺ ഡെമോക്രാറ്റിക് ഗവൺമെന്റ് എന്താണ്? യെസ്, അവസ്ഥ റൂളർ ഈസ് സുപ്പീരിയർ ടു ലോ ബിക്കോസ് ദ ലോ ഈസ് ഡിസൈഡഡ് ബൈ ഹിം. ഇവിടെ എന്താണ്? ഭരണാധികാരി നിയമത്തിൽ അതീതമാണ്. ബിക്കോസ് എന്താണ്? നിയമങ്ങൾ ഉണ്ടാക്കുന്നതിന് എന്താണ്? ഇവർ തന്നെയാണ്. അപ്പോൾ ഇതാണ് ഡിഫറൻസ്. അപ്പം നിങ്ങൾ ഇതിൽ 2 എണ്ണം 2 ഡിഫറൻസസ് നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം കേട്ടോ. 2 എണ്ണം എന്തായാലും മസ്റ്റായിട്ട് മക്കൾ പഠിക്കണം. നെക്സ്റ്റ്, വാട്ട് ആർ ദ മെറിറ്റ്സ് ഓഫ് ഡെമോക്രാറ്റിക് ഗവൺമെന്റ്? ഒരു 3-4 എണ്ണം അല്ലേ. റെസ്പെക്ട് ദ ഒപ്പീനിയൻ ഓഫ് ദ പീപ്പിൾ. ഒരു 3 എണ്ണം നിർബന്ധമായിട്ട് പഠിക്കണം കേട്ടോ. എന്താണ്? ജനാഭിപ്രായം അല്ലേ, ജനാഭിലാഷം മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ ജനങ്ങളുടെ ഒപ്പീനിയൻ എന്താണ്? റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. ദെൻ വ്യക്തി സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നു. പ്രൊട്ടക്ട് ദ ഫ്രീഡം ഓഫ് ഇൻഡിവിജ്വൽസ്. ഓരോ ഇൻഡിവിജ്വൽസിന് എന്താണ്? വ്യക്തി സ്വാതന്ത്ര്യത്തെ എന്താണ്? പ്രൊട്ടക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ സംരക്ഷിക്കുന്നുണ്ട്. ഭരണാധികാരികളും ജനങ്ങളും ഒരേ നിയമത്തിൽ വിധേയരാണ്. റൂളേഴ്സ് ആസ് വെൽ ആസ് ദ പീപ്പിൾ ആർ സബ്ജക്ട് ടു ദ സെയിം ലോ. ഭരണാധികാരികളാണെങ്കിലും അവിടെ ഭരിക്കുന്ന റൂളേഴ്സ് ആണെങ്കിലും നിയമത്തിന് മുമ്പിൽ അവർ സമന്മാരാണ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിച്ചു വെക്കണം. പിന്നെ ഒന്നുകൂടി ഉണ്ട്, ഹ്യൂമൻ റൈറ്റ്സ് ഏതൊക്കെയാണ്? അപ്പോൾ എന്താണ്? റൈറ്റ് ടു ലീവ്, ജീവിക്കാനുള്ള അവകാശമുണ്ട്. പിന്നെയോ സ്വാതന്ത്ര്യത്തിനുള്ള അല്ലെ, റൈറ്റ് ടു ഫ്രീഡം അല്ലെ, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമുണ്ട്. റൈറ്റ് ടു ഫ്രീഡം ഓഫ് അസോസിയേഷൻ, സംഘടനാ സ്വാതന്ത്ര്യമുണ്ട്. റൈറ്റ് ടു ഓക്യുപ്പേഷൻ, റൈറ്റ് ടു പ്രിസർവ് കൾച്ചർ, ലാംഗ്വേജ്, സ്ക്രിപ്റ്റ് അല്ലെ, സംസ്കാരവും ഭാഷയും ലിപിയും സംരക്ഷിക്കാനുള്ള അവകാശമൊക്കെ നമുക്ക് എന്താണ്? ഹ്യൂമൻ റൈറ്റ്സിൽ വരുന്നതാണ് അല്ലേ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ മസ്റ്റായിട്ട് പഠിച്ചേക്കാം. അപ്പോൾ ഇതേപോലത്തെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആയിട്ട് മിസ് ഇനിയും വരും. ടാറ്റ, ബൈ.